ഹായ് എവരിവൺ. 21 ജനുവരി ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ഇത് കൈനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക്സിന്റെ ഏറ്റവും അവസാനം റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനിൽ നിന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടു ഡിഫറെന്റ് റിയാക്ഷൻസ് ഓഫ് സെയിം ഓർഡർ ആർ ഐഡന്റിക്കൽ എന്ന് പറയുമ്പോൾ രണ്ട് റേറ്റ് കോൺസ്റ്റന്റ് ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും എ വാല്യൂ പ്രീ എക്സ്പൊണൻഷ്യൽ ഫാക്ടർ സെയിം ആണ്. ലെറ്റ് ആക്ടിവേഷൻ എനർജി ഓഫ് ഫസ്റ്റ് റിയാക്ഷൻ എക്സീഡ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് സെക്കൻഡ് റിയാക്ഷൻ ബൈ 20. അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? K2/K1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എഴുതുന്നു, വി ഹാവ് K2/K1 is equal to A into e raised to minus E2/RT divided by A into e raised to minus E1/RT. അപ്പൊ നമ്മൾ എയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരെ കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്താൽ K2/K1 is equal to e raised to minus E2/RT divided by e raised to minus E1/RT. അങ്ങനെയാണെങ്കിൽ K2/K1 is equal to e raised to E1 minus E2/RT. ഈ E1 മൈനസ് E2 നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് E2നെക്കാളും E1ന്റെ ആക്ടിവേഷൻ എനർജി 20 കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം അവർ തന്നിരിക്കുന്ന ഡിഫറൻസ് E1 മൈനസ് E2 ആണ്. അങ്ങനെയാണെങ്കിൽ K2/K1 is equal to e raised to 20/RT. മക്കളെ ഇവിടെ നമ്മൾ ln എടുക്കുക. അങ്ങനെയാണെങ്കിൽ ln K2/K1 അതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 20 divided by RT. So we have 20. അത്രയും കിലോ ജൂൾ ആണ്. അപ്പൊ 20 into 1000 ജൂൾ ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ 8.3. ടെമ്പറേച്ചർ they had given 300. So we are writing 300. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് ഈ പൂജ്യവും ഇതെല്ലാം ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ ഫൈനലി യു ഗെറ്റ് 200 divided by almost 25. So you will get your answer as 8. So answer for this particular question is 8.